ധനുഷ് എഴുതി ഡയറക്റ്റ് ചെയ്തേക്കുന്ന നിലവുക്കു എന്മേൽ എന്നടി കോപം എന്ന് പറയുന്നൊരു തമിഴ് സിനിമയാണെന്ന് കാണാൻ വന്നിരിക്കുന്നത്. ലുലുമോൾ PVR സ്ക്രീൻ 2-ലാണ് കാണുന്നത്. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് പറയും. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനൊരു തമിഴ് സിനിമ പോയി കണ്ടായിരുന്നു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. എൻ്റെ പേരൊന്നും എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ബുക്കിൽ എഴുതി വെച്ചേക്കണോ എൻ്റെ പേര്. നിലവുക്കു എന്മേൽ എന്നടി കോപം, അങ്ങനെയാണ് ഇതിൻ്റെ സിനിമയുടെ പേര്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തേക്കാം. ഞാൻ എപ്പോഴും തമിഴ് സിനിമ കാണുന്ന ഒരാളല്ല. കാണാറില്ല. ഞാൻ അത്ര തമിഴ് സിനിമ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് ധനുഷ് എഴുതി ഡയറക്റ്റ് ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. അല്ല ഞാൻ തന്നെ ട്രെയിലർ കണ്ട് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പോയതല്ല ഈ സിനിമയ്ക്ക്. എന്തായാലും ധനുഷ് എഴുതി ഡയറക്റ്റ് ചെയ്തല്ലേ, ഒന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പോയി. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റിവ്യൂ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസ് ഒരു ആവറേജ് പടമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതൊരു ആവറേജ് റോം കോം സിനിമയാണ്. നിങ്ങളെല്ലാം പ്രേമല്ലു, അപ്പോൾ ആ ടൈപ്പ് വൈബാണ്. റൊമാൻറ്റിക് കോമഡി അല്ല, ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ തന്നെ. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നതെന്ന് അറിയും. ധനുഷ് 2023 അല്ലെങ്കിൽ എപ്പോഴാണോ പ്രേമല്ലു ഇറങ്ങി, അപ്പോൾ ധനുഷ് പ്രേമല്ലു കണ്ടിട്ട് എനിക്കിങ്ങനത്തെ ഒരു സിനിമ എടുക്കണം. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കല്ല, ജെൻസി 10-20 വയസ്സുള്ള ആൾക്കാർക്കല്ല ഇങ്ങനത്തെ റൊമാൻറ്റിക് കോമഡി സംഭവം എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം. അത് കാരണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ധനുഷ് ഈ സിനിമ എടുത്തത്. അത് സിനിമ എടുക്കുന്നതിന് മുമ്പാണ് അങ്ങനെ ചിന്തിച്ചത്. സിനിമ വന്നേക്കുന്നത് അങ്ങനെയല്ല. ഈ സിനിമയിൽ ആക്ട് ചെയ്യുന്ന പകുതി മുക്കാൽ ആൾക്കാരും, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇത് ആദ്യത്തെ സിനിമയാണ്. എൻ്റെ ഇൻഫർമേഷനിലേക്ക്, ഞാൻ തമിഴ് സിനിമ കാണുന്ന ഒരാളല്ല, അപ്പം എനിക്ക് കൂടുതൽ ഐഡിയ ഇല്ല. ആദ്യമായിട്ടാണ് ഇവർ ആക്ട് ചെയ്തേക്കുന്നത്. ഈ സിനിമയിൽ ആക്ടിങ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. സത്യം പറയാലോ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. കാരണം ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടർ പവിഷ് എന്നാണെന്ന് തോന്നുന്നു പേര്, എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല. അത് പുള്ളി ആദ്യമായിട്ടാണ് സിനിമയിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെയാണ്. കാരണം ഒരു എക്സ്പ്രഷനും ഇല്ല. പുള്ളി ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്താൽ പുള്ളിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കും. സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക്, ഇങ്ങനെ ആൾക്കാർ ഹാർട്ട് ബ്രേക്ക് ഒക്കെ വരില്ല, ഹാർട്ട് ബ്രേക്ക് വരുമ്പോൾ ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ പുള്ളിക്ക്. എൻ്റയർ സിനിമ ആ ഒരു ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. വേറെ സങ്കടം വന്നാൽ ശരി, സന്തോഷം വന്നാൽ ശരി, ഒരു എക്സ്പ്രഷനും ഇല്ല പുള്ളിക്ക് മാത്രമല്ല. അടുത്തത് അനിഖ സുരേന്ദ്രൻ. പുള്ളിക്കാരിയുടെ സിനിമയിലൊക്കെ മലയാളത്തിൽ പുള്ളിക്കാർ ചെയ്തേക്കുന്നതൊക്കെ സോഫാർ ചെയ്തേക്കുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇതിനകത്ത് എന്താണോ ആവും, ആക്ടിങ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സീൻ ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. സെക്കൻഡ് ഹാഫിൽ സിനിമ തീരുന്നതിൻ്റെ അടുത്തായിട്ടൊരു സീനുണ്ട്. 2 ക്യാരക്ടേഴ്സ് വാഷ്റൂമിൽ, അനിഖ സുരേന്ദ്രനും പിന്നെ വേറെ ഒരു ക്യാരക്ടറും വേറെ ഒരു പെണ്ണും കൂടെ സംസാരിക്കുക. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ കരയുന്ന കേൾക്കുമ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇത് എന്ത് കരച്ചിലാണെന്ന്. കുഞ്ഞു കുട്ടികൾ ട്രെയിനിൽ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലൊക്കെ ഇരുന്ന് കരയുന്ന കേട്ടിട്ടില്ലേ, അമ്മാതിരി കരച്ചിലൊക്കെ കാറൽ പോലെയാണ് എനിക്ക് തോന്നിയത്. കരയുവാണോ ചിരിക്കുവാണോ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവർ തിയേറ്ററിലെ സ്ക്രീനിൽ കടന്ന് കരയുന്ന ഞാനിവിടെ എൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്ന ഒരു ചേട്ടനും എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടുമായിട്ട് ചിരിക്കുന്നു. അവർ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. ആ ലെവൽ ആക്ടിങ് ഒക്കെയാണ് ഈ സിനിമയ്ക്കകത്ത്. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി നന്നായിട്ടൊക്കെ ആയിരുന്നു ചെയ്തു വന്നത്. ഈ സിനിമയ്ക്കകത്ത് സെറ്റായില്ലേ, എനിക്ക് ആക്ടിങ് പുള്ളിക്കാരിയുടെ സെറ്റായില്ല. പുള്ളിക്കാരിയുടെ ഒന്നല്ല, ആരുടെ സെറ്റായില്ല. ഇതിനകത്ത് മാത്യു തോമസ് ഉണ്ട്, പുള്ളി മാത്രമാണ്. മാത്യു തോമസും പ്രിയ വാര്യറും, ഇവരുടെ 2 പേരുടെ ആക്ടിങ് മാത്രമാണ് ഭേദം എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ എന്ന് പറയാൻ പറ്റുന്നത് മാത്യു തോമസിൻ്റെയും പ്രിയ വാര്യറുടെ മാത്രമാണ്. അവരും ഒടുക്കത്തെ ആക്ടിങ് ഒന്നും ആയിരുന്നില്ല, അവരുടെയും ബെറ്റർ. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു, അത്രേ ഉള്ളൂ. സ്റ്റോറി ലൈൻ വൈസ് ഫസ്റ്റ് ഹാഫ് ക്രിഞ്ചടിച്ച് മരിക്കും. നിങ്ങൾ അറിയത്തില്ല, അത് പേഴ്സൻറ്റ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ ക്രിഞ്ചടിച്ച് മരിക്കും. ഇപ്പം എനിക്ക് ഇത്ര ലെവലാണ് ക്രിഞ്ച് തോന്നുന്നെങ്കിൽ നാച്ചുറലായിട്ട് എനിക്ക് ഇത്ര ലെവൽ ക്രിഞ്ച് തോന്നി. അവർ പറയാം നിങ്ങൾക്ക് ഇത്രയും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്രിഞ്ച് അടിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് തരാം. ഇത്ര ലെവൽ ക്രിഞ്ച് അവർ കുത്തിക്കയറ്റി വെച്ചേക്കാം ഫസ്റ്റ് ഹാഫിൽ. ഒരു പോയിന്റ് ആയപ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് ഈ സിനിമേനെ ഞാൻ ട്രോൾ വരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിപ്പോയി, സിനിമ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫിൽ. അമ്മാതിരി ലെവൽ ക്രിഞ്ച്. സെക്കൻഡ് ഹാഫിൽ ആയപ്പോഴത്തേക്കും അവർ
ക്രിഞ്ച് ഭാഗ്യത്തിന് അവർ ആ ക്രിഞ്ച് എടുത്ത് കളഞ്ഞു. ഒരു ലിമിറ്റ് വരെ അവർ ആ ക്രിഞ്ച് എടുത്ത് കളഞ്ഞ് സ്റ്റോറി ലൈനിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ഹാഫിനെ കഴിഞ്ഞ് 100 മടങ്ങ് ബെറ്റർ സെക്കൻഡ് ഹാഫാണ്. അത് സെക്കൻഡ് ഹാഫ് കാരണമാണ് എനിക്ക് ഈ സിനിമ ഒരു ഓവറോൾ ഡീസെന്റ് എക്സ്പീരിയൻസ് എങ്കിലും പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് ഹാഫ് പോലെയായിരുന്നു സെക്കൻഡ് ഹാഫ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ സഹിച്ചിരിക്കൂലേ. നിങ്ങൾ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് സഹിച്ചിരിക്കുമെങ്കിൽ സെക്കൻഡ് ഹാഫ് നിങ്ങൾ ജീവിക്കും. ഓവറോൾ ഒരു ക്രിഞ്ച് 10-20 വയസ്സുള്ള ടീനേജേഴ്സ് അല്ലെങ്കിൽ ജെൻസി ആൾക്കാർക്ക് ഉണ്ടാക്കിയ ഒരു പടം, ജെൻസി ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു പടമാണ്. ആക്ടിങ് ഒന്നും ദൂരെ ആക്ടിങ് എന്ന് പറയുന്ന സാധനമില്ല. ഭേദം എന്ന് പറയുന്ന മാത്യു തോമസും പ്രിയ വാര്യറും അവർക്ക് കൊടുത്തേക്കുന്ന സാധനം അവർ പറ്റാവുന്ന അത്ര ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അത് മെയിൻ ആക്ടറിന്റെ പവിഷ് എന്നാണെന്ന് തോന്നുന്നു പേര്, എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ മുഖത്ത് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. എഗൈൻ എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ കുറേ പേരുടെ ഇതിനകത്ത് ഫസ്റ്റ് ആയിട്ട് അവർ സിനിമ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ബ്ലെയിം ചെയ്യാനുള്ള പറ്റില്ല, കാരണം അവർക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമുണ്ട്. ടൈമിനനുസരിച്ച് ഇമ്പ്രൂവ് ആയിക്കോളും. പക്ഷെ ചീത്തയായിട്ട് പറയണം, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് നന്നായിട്ടും പറയും. ഈ സിനിമ പോസിറ്റീവ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നുണ്ട്. എനിക്ക് ത്രൂ ഔട്ട് ക്രിഞ്ച് തോന്നിയെങ്കിൽ പോലും ഐ വാസ് എൻ്റർടൈൻഡ്. ലൈക്ക് ഇത് ബോറടിക്കില്ല ഈ സിനിമ കാണുമ്പോൾ. അതൊരു നല്ല കാര്യം. ഈ സിനിമ കാണുമ്പോൾ ബോറടിക്കില്ല, എൻ്റർടൈൻ ആയിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ ഇരിക്കും. സമയം പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഓവറോൾ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമയിലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ട്രോളി ചിരിച്ച് ചത്ത്. അങ്ങനെയാണ് ഈ അപരാധം കണ്ടിട്ടൊക്കെ നമ്മൾ ചിരിച്ച് എൻജോയ് ചെയ്യില്ലേ, അതുപോലെയാണ്. അപരാധം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഒരു ആവറേജ് ജെൻസിക്ക് വേണ്ടി ഉണ്ടാക്കി. ഞാൻ ജെൻസി അല്ലെന്നല്ല പറഞ്ഞു, ഞാനും ഒരു ജെൻസി ആണ്. പക്ഷെ എന്നാലും ഒരു ക്രിഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിമിറ്റ് വേണ്ടി, ആ ലിമിറ്റിനെയും ക്രോസ് ചെയ്ത് ഒരു ക്രിഞ്ചാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുള്ളത്. ഫസ്റ്റ് ഹാഫ് സഹിച്ചിരുന്നാൽ നിങ്ങൾ സെക്കൻഡ് ഹാഫ് സഹിച്ചിരിക്കും. പക്ഷെ ഓവറോൾ സിനിമ എൻ്റർടൈനിങ് ആണ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല റോം കോം സിനിമ തന്നെയാണ്, റൊമാൻറ്റിക് കോമഡി തന്നെയാണ്. ഇത് തിയേറ്ററിൽ കാണണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണണമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് റോം കോം സിനിമ തമിഴ് എസ്പെഷ്യലി ഇഷ്ടമാണെങ്കിൽ പോയി കാണുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് പേരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇത് പോയി കാണണ്ട, സിനിമ ഭയങ്കര ചീത്തയാണ്, ഞാൻ പറയുന്നത് കേൾക്കാവുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക, ട്രൈ ഔട്ട് ചെയ്യുക. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. നെഗറ്റീവ്സ് ആണ് എനിക്ക് പോസിറ്റീവ്സിനെ കഴിഞ്ഞ് തോന്നിയത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് സിനിമ ചീത്ത ആണെന്നല്ല, ഒരു ആവറേജ് ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കാണാം. ആക്ടിങ് ദൂരെ പോലും ഇല്ല. സിനിമയുടെ മേക്കിങ് ഡയറക്ഷനും ഒക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ. അത് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാൻ പറ്റുള്ളൂ. പക്ഷേ രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടവർ കാണുക, എൻജോയ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഫൺ റോം കോം അത്രയൊക്കെ തന്നെ, ഒരു ആവറേജ് ഡീസൻറ്റ് റോം കോം. ഞാനിന്ന് ചാവയുടെ റിവ്യൂ കൂടെ ഇട്ടിട്ടുണ്ട്, അതും പോയി കാണുക. ആ സിനിമയുടെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതും പോയി കാണുക. അപ്പോൾ ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ വരുന്നവരെ ബൈ.